Hello, welcome to anooptube. നമ്മളിന്ന് നോക്കുന്നത് C++ലുള്ള ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ CPPയിൽ നമ്മൾ ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അതിൻ്റെ എന്താണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു പൈത്തണിൻ്റെ പ്രോഗ്രാമിംഗ് സീരീസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഗ്രാം ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, എപ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നമ്മുടെ പ്രോഗ്രാമിങ്ങിലോട്ട് കൊണ്ടുവന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ, അതായത് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അറിയാമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് CPPയിൽ വരുന്നത്. CPPയിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് ഡിഫൈൻ ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്ട്സ് ഉണ്ടാക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ക്ലാസ് എന്താണ്, ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് എവിടെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സിംപ്ലി ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒന്നിൽ കൂടുതൽ ഡാറ്റ ടൈപ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കണ്ടെയ്നറിനെ പറയുന്ന പേരാണ് ക്ലാസസ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് മാർക്സ് ഉണ്ടായിരിക്കാം അല്ലേ. ഓക്കെ, മാർക്സ് ഉണ്ടായിരിക്കാം, പിന്നെന്തുണ്ടായിരിക്കും, ഒരു നെയിം ഉണ്ടായിരിക്കാം, പിന്നെ ഒരു ID ഉണ്ടായിരിക്കാം, പിന്നെ സബ്ജക്ട്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റ കണ്ടെയ്നറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആപ്പാടെ അറിയാവുന്ന ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, ഇൻറ്റിജർ, ഡബിൾ, സ്ട്രിങ്, ക്യാരക്ടർ, ബൂലിയൻ, ഈ സംഭവങ്ങളൊക്കെയാണ് നമുക്കറിയുള്ളൂ. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 4 അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡാറ്റ ടൈപ്സിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഡാറ്റ ടൈപ്പ് ആക്കാൻ നമുക്ക് പഠിച്ചിട്ടില്ല അല്ലേ. ആ കാര്യത്തിലാണ് നമ്മൾ എന്ത് വരുന്നത്, ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതല്ലാതൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്, സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ശരിക്കും CPP കടമെടുക്കുന്നത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. സി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അതേ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ C++ലും നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടെയ്നർ ആവശ്യമുണ്ട്. ആ കണ്ടെയ്നറിനെ പറയുന്ന പേരാണ് ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് എന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്ലാസിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ ഒരു കീവേഡ് എഴുതും, ക്ലാസ് എന്ന് എഴുതും, അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം ക്ലാസിൻ്റെ നെയിം എഴുതും. ഓക്കെ, ക്ലാസിൻ്റെ നെയിം എഴുതും. ക്ലാസിൻ്റെ നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സ്പേസ് ഇടാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ കൺസെപ്റ്റ് ഉണ്ടല്ലോ, സിയിലൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതേ റൂൾസ് തന്നെയാണ് നമുക്ക് ക്ലാസിൻ്റെ നെയിമിൽ നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഈ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ക്ലാസിൻ്റെ ബോഡി എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോഡി. ക്ലാസിൻ്റെ ബോഡിയിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സസ് സ്പെസിഫയർ ആണ്. ഓക്കെ, ആക്സസ് സ്പെസിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എങ്ങനെയാണ് ആ ഡാറ്റയെ പുറത്തു നിന്ന് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത്, പബ്ലിക് ആയിട്ടാണോ, പ്രൈവറ്റ് ആയിട്ടാണോ, പ്രൊട്ടക്റ്റഡ് ആയിട്ടാണോ, ഈ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 3 ആക്സസ് സ്പെസിഫയേഴ്സാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ആക്സസ് സ്പെസിഫയർ കൊടുക്കും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു കോളൻ ഇടും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റകൾ കൊടുക്കും. ഓക്കെ, ഡാറ്റ സെക്ഷനാണ് കൊടുക്കുക. ഓക്കെ, ഡാറ്റ സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ് നെയിം, ഓക്കെ, ആൻഡ് അറേ ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് സബ്ജക്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നതാണ് മെത്തേഡ്സ്. ഓക്കെ, മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫങ്ഷൻസ്. ഓക്കെ, മെത്തേഡ്സ് ഓർ ഫങ്ഷൻസ്. ഓക്കെ, ചിലർ മെത്തേഡ് എന്ന് പറയും, ചിലർ ഫങ്ഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ്സ് ആൻഡ് ഫങ്ഷൻസ് പറയുന്നത് ഈ ഡാറ്റയെ, അത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ഒരു ക്ലാസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ ഒരു സെമി കോളൻ കൊടുക്കണം. ഓക്കെ, സെമി കോളൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. അപ്പോൾ ഈ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വെച്ചാൽ ഈ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ,
അപ്പോൾ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് നമ്മൾ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് വെച്ചാൽ ക്ലാസിൻ്റെ നെയിം കൊടുക്കും. ക്ലാസ് നെയിം എന്ന് കൊടുക്കും. അത് ഏത് ക്ലാസിൻ്റെ പേരാണെന്ന് വെച്ചാൽ ആ ക്ലാസിൻ്റെ പേര് കൊടുക്കും. അതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കും. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തതിന് ശേഷം നമുക്ക് സെമിക്കോളൻ ഇടാം. ഓക്കെ, ഇതല്ലാതെ നമുക്ക് വേറെ ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി നമുക്ക് 2 ടൈപ്പിലാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ടൈപ്പിലാണ്. അതായത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇല്ലാത്ത സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുക. ഇതിലുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈപ്പിലാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഉള്ള ഒരു ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ക്ലാസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനും ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സിൻടാക്സ് എഴുതണം. അപ്പോൾ ക്ലാസ് എന്ന് എഴുതുക. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ആണ് കേട്ടോ, റെക്റ്റാങ്കിൾ. അപ്പോൾ ക്ലാസ് റെക്റ്റാങ്കിൾ എന്ന് എഴുതിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, സെമിക്കോളൻ, ഒരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം ഞാൻ ഇവിടെ സെമിക്കോളൻ ഇട്ട് നിർത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കലി ക്ലാസ്. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, ഡാറ്റകൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഡാറ്റ ഫില്ല് ചെയ്യണം. അപ്പോൾ ഡാറ്റ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നതാണ് ആക്സസ് സ്പെസിഫയർ കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കൊടുക്കുന്ന ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ പുറത്തുനിന്ന് എല്ലാം ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് പബ്ലിക് എന്ന് കൊടുത്തു. അതിനുശേഷം ഒരു കോളൻ ഇട്ടു. അപ്പോൾ ഈ പബ്ലിക്കിൻ്റെ അണ്ടറിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് കൊടുത്താലും അതെല്ലാം പബ്ലിക് സ്പേസിലായിരിക്കും വരിക. അതായത് നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എല്ലാം ഇൻറ്റിജർ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഡബിൾ ആയിട്ട് കൊടുക്കാം. ഡബിൾ ലെങ്ത്. ഓക്കെ, ഡബിൾ ലെങ്ത് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മളൊരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാക്കി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റ മെമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ എന്താ വെച്ചാൽ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാക്കാൻ പോവാണ്. ഫംഗ്ഷൻസ്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, റെക്റ്റാങ്കിളിലുള്ള ഫംഗ്ഷൻസ് ആണ് ഒന്ന്. ഒരു ഫംഗ്ഷൻ നമ്മൾ സാധാരണ CPP എങ്ങനെ ഡിഫൈൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. വേറൊരു മാറ്റം അതിലില്ല. ഓക്കെ, അപ്പോൾ വോയിഡ് നല്ല നമ്മൾ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ എന്തായിരിക്കും, ഏരിയ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഡബിൾ ഗെറ്റ് ഏരിയ. ഓക്കെ, ഡബിൾ ഗെറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അതിനകത്ത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയയാണ് റിട്ടേൺ ചെയ്യുക. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ റിട്ടേൺ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം എഴുതുന്നത് എന്തായിരിക്കും, ഈ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിളിനകത്ത് ഏരിയ ഉണ്ടായിരിക്കും, ലെങ്ത് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ R1 എന്നിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ R1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഡോട്ട് ഓപ്പറേറ്റർ. ഓക്കെ, ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരു മെമ്പറിനെ ആക്സസ് ചെയ്യുക. അപ്പോൾ ഡോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ മെമ്പേഴ്സിനും നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് പിന്നെ ഫംഗ്ഷൻ നമ്മുടെ ഏതാണോ മെമ്പേഴ്സ് വെച്ചാൽ അതിൻ്റെ പേര്. ഓക്കെ, മെമ്പർ നെയിം. ഓക്കെ, ഇങ്ങനെ ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ഫംഗ്ഷനാലിറ്റീസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് R1 എന്ന് പറഞ്ഞിട്ട് റെക്റ്റാങ്കിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ R1 ഡോട്ട് ലെങ്ത് ഈക്വൽ ടു ഞാൻ 10 എന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ R1ൻ്റെ അകത്തുള്ള ലെങ്ത് 10 ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് R1 ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു 10 എന്ന് സെറ്റാക്കി. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 10 ആയിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഡബിൾ ഏരിയ ഈക്വൽ ടു R1 ഡോട്ട് ഗെറ്റ് ഏരിയ അവരുടെ ഞാൻ വിളിച്ചു. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. അതിനുശേഷം ഞാൻ ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ പോകട്ടോ, സി ഔട്ട് ഏരിയ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ടെർമിനൽ എടുത്തു, ന്യൂ ടെർമിനൽ G++ ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് CPP.
ഓക്കെ, ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് CPP എന്ന് വെച്ചു. അതിനുശേഷം ./a.out എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ 100 എന്ന് കിട്ടിയില്ലേ. ഓക്കെ, വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏരിയ 100 എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനാണ് 10, അത് ലെങ്ത് 10 വിഡ്ത്ത് 10 എന്തായിരിക്കും 10 × 10 എന്തായിരിക്കും വരിക, 100 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ ഒരു CPPയിൽ നമ്മളൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നമ്മൾ പഠിച്ചു, അതിനെങ്ങനെയാണ് മെമ്പേഴ്സ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഞാൻ തന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയുള്ള കാര്യങ്ങൾ, കൺസ്ട്രക്ടേഴ്സ്, പിന്നെ ഫങ്ഷൻസിൻ്റെ ഓവർ റൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓവർലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഇൻഹെറിറ്റൻസ് എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ.